عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മുഹിദ്ദിമാല ക്ലാസ് 7ാമത്തെ വരിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബലത്ത് ശരീഅത്തെന്നും കടൽ ഉള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കടൽ ഉള്ളവർ. ബലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലത് എന്നാണ്. വലത് ഭാഗത്ത് ശരീഅത്തിൻ എന്നും എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെയും, കടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ശരീഅത്തിന്റെ കടല്, ഹഖീഖത്തിന്റെ കടല്, ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് അവനൊരു വിജ്ഞാന സാഗരമാണ്, അദ്ദേഹം ഒരു വിജ്ഞാന സാഗരമാണ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ വിജ്ഞാനമുള്ള ആളാണ് എന്ന അർത്ഥത്തിനാണ് ഈ കടൽ എന്ന പ്രയോഗം നമ്മൾ നടത്താറുള്ളത്. ഇതുപോലെ മഹാനവറുകൾ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ ഒരു കടൽ തന്നെയാണ്. എല്ലാ ശരീഅത്തിന്റെ നിയമങ്ങളും ഉൾക്കൊണ്ട് അത് പാലിച്ച് ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു മഹാനായ ഗൗസുൽ ആദം ശൈഖ് അവറുകൾ എന്നാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, ഇങ്ങനെ 3 മാർഗങ്ങളാണ് ഉള്ളത്. അഥവാ ശരീഅത്തിലൂടെ കടന്ന് ശരീഅത്തിന്റെ കടമ്പ അത് കഴിഞ്ഞ് ത്വരീഖത്തിലേക്ക് പ്രവേശിച്ച് ആ ത്വരീഖത്തിലൂടെ ഹഖീഖത്തിലേക്ക്, അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തിലേക്ക്, മഅരിഫത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതിനുള്ള മാർഗം എന്ന് പറയുന്നത്. ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കൽപ്പനകളും, എല്ലാ കൽപ്പനകളും അത് സ്വീകരിച്ച്, അത് അംഗീകരിച്ച്, അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സൂക്ഷ്മമായ ജീവിതം നയിക്കലാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ശരീഅത്തിലൂടെ തന്നെയാണ് ത്വരീഖത്തും. അപ്പൊ ത്വരീഖത്ത് ഉണ്ടാകുമ്പോൾ തന്നെ അത് ശരീഅത്തിൽ അതിന്റെ അകമ്പടിയോടെ ആയിരിക്കണം ത്വരീഖത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ ശരീഅത്തും ത്വരീഖത്തും കൂടി സമ്മേളിച്ച് അതിന്റെ അകമ്പടിയോടുകൂടി ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു അവനിക്ക് ഹഖീഖത്താകുന്ന ആ മഅരിഫത്ത് അവൻ നൽകുകയാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അതുപോലെ തന്നെ അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുമെന്നൊക്കെ പറയുന്ന ആ ഖുദ്സിയായ ഹദീസിൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നോട് അടുക്കുമ്പോൾ, അപ്പോൾ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും തന്നെ ആ ഹദീസിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മഹാനായ ശൈഖ് അവറുകൾ ശരീഅത്തിന്റെ കടലാണ്, അതുപോലെ ഹഖീഖത്തിന്റെ കടലാണ് എന്ന് ആദ്യമായി പ്രയോഗിച്ചത് ആരാണ്? മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു തന്നെയാണ് ഇത്. അഥവാ മഹാനവറുകൾ ഷെയ്ഖ് ഗൗസുൽ ആദം അവറുകൾ ശരീഅത്തിന്റെ കടലാണ്, ഹഖീഖത്തിന്റെ കടലാണ് എന്ന് പ്രയോഗിച്ചത്. ബഹ്ജയിൽ തന്നെ ഈ വിഷയം മഹാനായ പണ്ഡിതൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായി ഇത് ഉദ്ധരിച്ചത് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ശരീഅത്തിന്റെ നിയമമില്ലാതെ, ശരീഅത്ത് ബാധകമല്ലാത്ത ഒരു വിലായത്തും ഇല്ല എന്നാണ് ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാണുന്ന പല ആളുകളും അവർക്ക് ത്വരീഖത്തുണ്ടെന്ന് പറഞ്ഞ് ശരീഅത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിയുന്ന ഒരു ത്വരീഖത്തിലേക്ക് കടന്നു പോകുന്നത് അപകടമാണ്. അത് യഥാർത്ഥ റൂട്ടല്ല എന്നതുകൂടി ഈ വരിയിലൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഔലിയാക്കന്മാരിൽ തന്നെ ഉഖലാഉൽ മജാനീൻ എന്ന് പറയുന്ന ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അവർക്ക് അള്ളാഹു ലയിച്ചു ചേർന്നുകൊണ്ട് അവരുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ച മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അത്തരം ഔലിയാക്കളെ സംബന്ധിച്ച് അവരിൽ നിന്ന് വരുന്ന അപാകതകൾ, ശരീഅത്തിന് വിരുദ്ധമായ സംഗതികൾ ഒരിക്കലും അത് നമ്മൾ പിന്തുടരാൻ പറ്റുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീഅത്തിന് വിരുദ്ധമായി അവരിൽ നിന്ന് സംഭവിക്കുന്നതിന് അവർ യാതൊരു കുറ്റവും അവർക്ക് ഉണ്ടാവുകയില്ല.
കാരണം അവർക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണ്, അവർ മുക്കല്ലഫല്ല എന്നുള്ളതാണ്. ആ സമയത്ത് ഈ സാധാരണ ഒരു മുസ്ലിമിന് ഭ്രാന്തുണ്ടായാൽ അവൻ നിസ്കരിക്കേണ്ടതില്ല, അവൻ നോമ്പ് നോൽക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ഭ്രാന്തായതുകൊണ്ട്. എന്നാൽ ആ ഭ്രാന്തുണ്ടായതുകൊണ്ട് തന്നെ അയാൾ മുസ്ലിമാണ്, ഭ്രാന്തായതുകൊണ്ട് അയാൾ കാഫിറായി എന്നാരും പറയാറില്ല. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിൽ ലയിച്ചു ചേർന്നുകൊണ്ട് അവരുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു. അങ്ങനെ തകരാറ് സംഭവിച്ചാലും അവരുടെ വിലായത്തിന് കോട്ടം സംഭവിക്കുന്നില്ല, അവർ ഔലിയാക്കളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതേസമയം അവർക്ക് അഖലില്ലാത്തത് കൊണ്ട്, ബുദ്ധിയില്ലാത്തത് കൊണ്ട് ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല, ശരീഅത്തിന് വിരുദ്ധമായത് പലതും അവരിൽ നിന്നുണ്ടാകും. ഇത് കണ്ടുകൊണ്ട് സാധാരണക്കാരും ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരാൾക്ക് അള്ളാഹുവിന്റെ വിലായത്ത് കിട്ടും, ഇതൊന്നും വിലായത്തിന് തടസ്സമല്ല, നമുക്കിഷ്ടം പോലെ നടക്കാം, നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നടക്കാം, ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കണം എന്നില്ല, കുറച്ച് ദിക്റും സ്വലാത്തും ചെല്ലിയ നമുക്ക് ഹക്കീക്കത്ത് കിട്ടി, ത്വരീഖത്ത് കിട്ടി എന്ന് ചിന്തിക്കുന്നത് വളരെയധികം അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ശരീഅത്ത് പൂർണ്ണമായ പിന്തുണ, ശരീഅത്തിന്റെ പൂർണ്ണമായ അകമ്പടിയോടുകൂടി തന്നെ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളതാണ് ഈ വരി നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി